ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യത്തെ യുവജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത യുവാക്കൾക്കും രാഷ്ട്രീയത്തിൽ മുന്നോട്ടു വരാനാകുമെന്നും അവരുടെ അനുഭവസമ്പത്തും ആവേശവും രാജ്യത്തിനായി വിനിയോഗിക്കാമെന്നും പ്രതീക്ഷ പങ്കുവച്ച് പ്രധാനമന്ത്രി. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ഏകീകൃത പെൻഷൻ പദ്ധതി അടുത്ത വർഷം ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരും. ആരോപണങ്ങളെ തുടർന്ന് കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും സ്ഥാനങ്ങൾ രാജിവെച്ചു. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബാരി വിൽമോറും 2025 ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങും. ഏഷ്യൻ ഗെയിംസിലേക്ക് ചരിത്രത്തിലാദ്യമായി യോഗ്യത നേടി ഇന്ത്യൻ സർഫിംഗ് ടീം. വാർത്തകൾ വിശദമായി. ബഹിരാകാശ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യത്തെ യുവജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 113 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ രാജ്യത്ത് ഇന്ന് സംഭവിക്കുന്നു. ഓഗസ്റ്റ് 23 രാജ്യം ആദ്യ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണഭാഗത്തുള്ള ശിവശക്തി പോയിന്റിൽ വിജയകരമായി ലാൻഡ് ചെയ്തത്. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് ശ്രീ മോദി അനുസ്മരിച്ചു. ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളോട് പ്രധാനമന്ത്രി പരിപാടിയിൽ സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ ചുവപ്പുകോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള രാജ്യത്തെ വലിയൊരു വിഭാഗം യുവജനങ്ങളുടെ സന്നദ്ധത വ്യക്തമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത യുവാക്കൾക്കും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വരാൻ കഴിയുമെന്നും അവരുടെ അനുഭവസമ്പത്തും ആവേശവും രാജ്യത്തിനായി വിനിയോഗിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. इस साल मैंने लाल किले से बिना पॉलिटिकल बैकग्राउंड वाले 1 लाख युवाओं को पॉलिटिकल सिस्टम से जोड़ने का आह्वान किया है. मेरी इस बात पर जबरदस्त प्रतिक्रिया हुई है. इससे पता चलता है कि कितनी बड़ी संख्या में हमारे युवा राजनीति में आने को तैयार बैठे हैं. बस उन्हें सही मौके और सही मार्गदर्शन की तलाश है. मुझे उम्मीद है कि अब हमारे सामूहिक प्रयास से ऐसे युवा जिनका कोई पॉलिटिकल बैकग्राउंड नहीं है वे भी राजनीति में आगे आ सकेंगे. उनका अनुभव और उनका जोश देश के काम आएगा. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജമ്മു കശ്മീരിലെ റിയാസിയിൽ 750 മീറ്റർ നീളമുള്ള പതാകയുമായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽവേ പാലത്തിൽ തിരങ്ക റാലി സംഘടിപ്പിച്ചത് ശ്രീ മോദി പരാമർശിച്ചു. 5 കോടിയിലധികം സെൽഫികൾ ജനങ്ങൾ ഹർ ഘർ തിരങ്ക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. ഈ പ്രചാരണ പരിപാടി രാജ്യത്തെ മുഴുവൻ ഒരുമിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും വേണ്ടി രാജ്യത്ത് നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അസമിലെ ടിൻസൂക്കിയ ജില്ലയിലെ ബാരെക്കൂരി ഗ്രാമത്തിലെ ആളുകൾ ഹൂലോക് ഗിബ്ബൺ കുരങ്ങുകളെ സംരക്ഷിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അരുണാചൽ പ്രദേശിൽ വന്യജീവി വേട്ട തടയാൻ 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന യുവജനങ്ങൾ എന്നിവരെക്കുറിച്ച് പരിപാടിയിൽ ശ്രീ മോദി സംസാരിച്ചു. മധ്യപ്രദേശിലെ ഝാബുവയിൽ ശുചീകരണ തൊഴിലാളികൾ മാലിന്യത്തിൽ നിന്ന് കലാസൃഷ്ടികൾ ഉണ്ടാക്കി ഒരു പാർക്കിനെ മനോഹരമാക്കിയ സംഭവവും അദ്ദേഹം പരാമർശിച്ചു. രാജ്യത്ത് നിരവധി സ്റ്റാർട്ടപ്പ് സംഘങ്ങൾ പരിസ്ഥിതിയെ പരിപോഷിക്കുന്ന ശ്രമങ്ങളിൽ പങ്കുചേരുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, मुझे खुशी है कि आज हमारे देश में कई सारी स्टार्टअप टीम भी पर्यावरण को बढ़ावा देने के लिए ऐसे प्रयासों से जुड़ रही है. ഇന്ന് ഭാരതത്തിലും വിദേശത്തും ആളുകൾ സംസ്കൃതത്തോട് പ്രത്യേക താൽപര്യം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പല രാജ്യങ്ങളിലും സംസ്കൃത ഭാഷയെക്കുറിച്ച് ഗവേഷണ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പരിസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ ശ്രീ മോദി ഉപയോഗം കഴിഞ്ഞ കളിപ്പാട്ടങ്ങൾ അവ ആവശ്യമുള്ളവർക്ക് എത്തിക്കാൻ രക്ഷിതാക്കളോട് ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള നല്ലൊരു വഴിയാണ് ഇതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുടുംബം, സമൂഹം, രാജ്യം എന്നിവയുടെ ഭാവി നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിന് അവർക്ക് ശരിയായ പോഷകാഹാരം ലഭിക്കേണ്ടത് സുപ്രധാനമാണ്.
കുട്ടികളുടെ പോഷകാഹാരം എന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സെപ്റ്റംബർ 1-നും 30-നും ഇടയിൽ പോഷകാഹാര മാസം രാജ്യം ആചരിക്കുന്നു. തങ്ങളുടെ പ്രദേശത്തെ പോഷകാഹാര ബോധവൽക്കരണ ക്യാമ്പയിനിൽ പങ്കുചേരണമെന്നും ജനങ്ങളോട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി കഴിയുന്നത്ര മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും ആഹ്വാനം ചെയ്തു. പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളെ ചിയർ ഫോർ ഭാരത് എന്ന ഹാഷ്ടാഗിലൂടെ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. मैं आप सभी को एक पेड़ मां के नाम अभियान की याद दिलाना चाहूंगा. ज्यादा से ज्यादा पेड़ लगाएं और दूसरों से भी इसका आग्रह करें. आने वाले दिनों में पेरिस में पैरालंपिक्स शुरू हो रहे हैं. हमारे दिव्यांग भाई बहन वहां पहुंचे हैं. 140 करोड़ भारतीय अपने एथलीट और खिलाड़ियों को चीयर कर रहे हैं. आप भी #cheer4bharat के साथ अपने खिलाड़ियों को प्रोत्साहन दीजिए. രാജ്യത്ത് വരും നാളുകളിൽ ആഘോഷിക്കുന്ന ജന്മാഷ്ടമി, ഗണേശ് ചതുർത്ഥി, ഓണം, മിലാദുൻ നബി, തെലുങ്ക് ഭാഷാ ദിനം തുടങ്ങിയ ഉത്സവങ്ങൾക്ക് ശ്രീ മോദി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. മഹാരാഷ്ട്ര, രാജസ്ഥാൻ സന്ദർശനത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ലഖ്പതി ദീദി സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു. ചടങ്ങിൽ 11 ലക്ഷം പുതിയ ലഖ്പതി ദീദികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തുടനീളമുള്ള ലഖ്പതി ദീദികളുമായി ശ്രീ മോദി സംവദിച്ചു. 2500 കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് വിതരണവും 5000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. വൈകിട്ട് ജോധ്പൂരിൽ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. രാജസ്ഥാൻ ഹൈക്കോടതി മ്യൂസിയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കുറഞ്ഞത് 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പദ്ധതി. അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരും. അതേസമയം ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തെ സർക്കാർ ജീവനക്കാർ സ്വാഗതം ചെയ്തു. ഈ വിഷയത്തിൽ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പ്രധാനമന്ത്രിയോടുള്ള നന്ദിയും അവർ അറിയിച്ചു. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസ്, ബാരി വിൽമോർ എന്നിവർ 2025 ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങും. സ്പേസ് എക്സ് പേടകത്തിലാകും അവർ തിരിച്ചെത്തുക. 8 ദിവസത്തെ ദൌത്യത്തിനായാണ് സംഘം യാത്ര തിരിച്ചത്. എന്നാൽ ബഹിരാകാശ പേടകമായ ബോയിംഗ് സ്റ്റാർലൈനറിലെ സാങ്കേതിക തകരാർ മൂലം ദൌത്യത്തിന് ശേഷം മടക്കം വൈകുകയായിരുന്നു. അതേസമയം സ്റ്റാർലൈനർ ജീവനക്കാരില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ അറിയിച്ചു. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു. രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്ന ബംഗാളി അഭിനേത്രിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രാജി. മലയാള ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും രാജിവെച്ചു. യുവ അഭിനേത്രിയുടെ പീഡന ആരോപണത്തെ തുടർന്നാണ് രാജി. രാജിക്കത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മോഹൻലാലിന് കൈമാറി. തെറ്റ് ചെയ്ത ആരെയും സർക്കാർ സംരക്ഷിക്കില്ലെന്നും തന്റേത് സ്ത്രീപക്ഷ നിലപാടാണെന്നും മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണങ്ങളിൽ പരാതി കിട്ടിയാലേ കേസെടുക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി. 2026 ഏഷ്യൻ ഗെയിംസിലേക്ക് ചരിത്രത്തിലാദ്യമായി യോഗ്യത നേടി ഇന്ത്യൻ സർഫിംഗ് ടീം. ഈ വർഷത്തെ ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടം. ചരിത്ര നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് തികച്ചും സന്തോഷകരമാണെന്ന് സർഫിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് അരുൺ വാസു പറഞ്ഞു. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി 15 ഇടങ്ങളിൽ CBI ഇന്ന് രാവിലെ സന്ദർശനം നടത്തി. കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുകയാണ്. കോളേജിലെ നിലവിലെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ എന്നിവരെയും മറ്റൊരു CBI സംഘം ചോദ്യം ചെയ്യുകയാണ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. റിപ്പൺ, ആനടിക്കാപ്പ് മുതൽ ചാലിയാർ വരെയുള്ള ഭാഗത്താണ് ഇന്ന് പ്രത്യേക സംഘം തിരച്ചിൽ നടത്തുന്നത്. വൈകിട്ട് 3:30 വരെയാണ് തിരച്ചിൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യത്തെ യുവജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത യുവാക്കൾക്കും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വരാനാകുമെന്നും അവരുടെ അനുഭവ സമ്പത്തും ആവേശവും രാജ്യത്തിനായി വിനിയോഗിക്കാമെന്നും പ്രതീക്ഷ പങ്കുവച്ച പ്രധാനമന്ത്രി. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ഏകീകൃത പെൻഷൻ പദ്ധതി അടുത്ത വർഷം ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരും. ആരോപണങ്ങളെ തുടർന്ന് കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും സ്ഥാനങ്ങൾ രാജിവെച്ചു. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബാരി വിൽമോറും 2025 ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങും. ഏഷ്യൻ ഗെയിംസിലേക്ക് ചരിത്രത്തിലാദ്യമായി യോഗ്യത നേടി ഇന്ത്യൻ സർഫിംഗ് ടീം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.